പ്രത്യേകിച്ച് സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസല്ലേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും. ഞാൻ എല്ലാം പറയും. എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാൻ വന്നിട്ട് എവിടെ പോകാനാണ്. രണ്ടാമത്തെ കേസിൽ എല്ലാത്തിനും ഞാൻ ഹാജരായി. തീർച്ചയായിട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും. ഇന്നലത്തെ പോലെ വലിയ പ്രതികരണത്തിന് നിന്നില്ല, പിന്നീട് പ്രതികരിക്കാമെന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പരിപാടികളുമായി മുന്നോട്ട് പോകും, അതിനപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞിരിക്കുന്നു. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി, എന്താണ് വേടന്റെ പ്രതികരണം, കേസിന്റെ വിശദാംശങ്ങൾ? അതായത് ഇന്ന് രാവിലെയാണ് രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിനായി വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത്. ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് രാവിലെ നടന്നത്. ചോദ്യം ചെയ്ത് 2 മണിക്കൂർ, ഏകദേശം 12:30യോടുകൂടി തന്നെ വേടന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ ആലുവ ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ച് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വേടനെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഹൈക്കോടതി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം വേടനെ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 1 ലക്ഷം രൂപയുടെ ബോണ്ടിൽ 2 ആൾ ജാമ്യത്തിലും വേടനെ വിട്ടയക്കുകയായിരുന്നു. ഏതായാലും യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിലാണ് നിലവിൽ വേടനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 6 മണിക്കൂറിലേറെ വേടനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ സെൻട്രൽ സ്റ്റേഷനിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. വേടന് എറണാകുളം അഡീഷണൽ അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ വേടനെ വെറുതെ വിടണം ആവശ്യപ്പെട്ട് 2 മദ്യപ സംഘം ഈ സ്റ്റേഷനിൽ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കിയിരുന്നു. അവരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഈ ലോക്കപ്പിനുള്ളിൽ വലിയ തോതിൽ ബഹളം ഇവർ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ പീഡന കേസ്, യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ വേടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ളത് തന്നെയാണ്. ശരി, നന്ദൻ.